നമ്മളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അർബഉൻ മൻ കുന്ന ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 4 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ ഉണ്ടെങ്കിൽ കാന മുനാഫിഖൻ ഖാലിസൻ, അവൻ തനി മുനാഫിഖായി എന്ന്. എന്നിട്ട് പറയാണ്, അവയിൽ ഒന്നുണ്ടെങ്കിൽ, ഈ 4 കാര്യത്തിൽ ഒന്ന് ഉണ്ടെങ്കിൽ അത് അയാൾ ഉപേക്ഷിക്കുന്നത് വരെ കാപട്യത്തിൽ നിന്നുള്ള ഒന്ന് ഉണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് ഒന്നാമത്തെ കാര്യം എന്താണ്? ഇദ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നതാണ്. വിശ്വസിച്ചാൽ വഞ്ചിക്കും. അഥവാ ഒരു ഉദാഹരണം പറയാം. നമ്മളോട് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു 50,000 രൂപ എനിക്ക് വാങ്ങിത്തരണം, ഒരു മാസം കൊണ്ട്, അല്ലെങ്കിൽ 1-ാം തീയതി, അടുത്ത 1-ാം തീയതി ഞാൻ കൊടുക്കാം. നിങ്ങളെ കീഴിലുള്ള ആരോടെങ്കിലും 50,000 രൂപ വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? അയാളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ 50,000 രൂപ വാങ്ങി അയാൾക്ക് കൊടുത്തു. അങ്ങനെ അയാൾ പോയി. പക്ഷേ പിന്നീട് ഒരു വിവരവുമില്ല. 1-ാം തീയതിയായി, അതിൻ്റെ അടുത്ത മാസം 1-ാം തീയതിയായി, ഒരു വിവരവുമില്ല. അപ്പോൾ വിശ്വസിച്ച് നമ്മൾ വാങ്ങിക്കൊടുത്തതാണ് 50,000. പക്ഷേ അയാൾ എന്ത് ചെയ്തു? നമ്മളെ വഞ്ചിച്ചു. അതാണ് വിശ്വസിച്ചാൽ വഞ്ചിക്കും. അങ്ങനത്തെ ആളുകളുണ്ടാവും. അത് കപടവിശ്വാസിയുടെ അടയാളമാണ്. കപടവിശ്വാസി എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസം ഇല്ലാത്ത ആൾ, മുനാഫിഖായ മനുഷ്യൻ, അയാളുടെ അടയാളമാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? വ ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. ഭർത്താവ് ഭാര്യയെ വിളിക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. അതിൽ കൂടുതലും കളവ് വന്നു പോവുകയാണ്. കളവ് പറയാണ്. ഭർത്താവിൻ്റെ ഇടയിൽ രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയാണ്. സത്യം പറഞ്ഞാൽ ഭർത്താവ് ചീത്ത പറയും, അപ്പോൾ കളവ് പറയാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കപടവിശ്വാസിയുടെ അടയാളമാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിക്കുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്യരുത്? കളവ് പറയരുത്. കളവ് പറയുന്നുണ്ടെങ്കിൽ അത് കപടവിശ്വാസത്തിൻ്റെ അടയാളമാണ്. അതുണ്ടെങ്കിൽ നമ്മൾ കളവ് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വേഗം ഒഴിവാക്കണം. ആ സ്വഭാവം നമ്മൾ കൊണ്ട് നടക്കരുത് മുന്നോട്ട്. ഇനി അതുപോലെ തന്നെ മക്കളോട് കളവ് പറയുക, മക്കൾ ഇങ്ങോട്ട് കളവ് പറയുക, ഇങ്ങനെ തുടങ്ങി. ഇങ്ങനെ കളവ് പറയുന്ന സ്വഭാവം, സംസാരിച്ചാൽ കളവ് പറയും. ചില ആളുകൾക്ക് അതിനൊരു മടിയും ഉണ്ടാവില്ല കളവ് പറയുന്നതിന്. നമ്മൾ വിചാരിക്കും സത്യമാണെന്ന്, ആ രൂപത്തിൽ അവർ കളവ് പറയും. അപ്പോൾ അത് കപടവിശ്വാസിയുടെ അടയാളമാണ്. ഇനി മൂന്നാമത്തെ എന്താണ്? വ ഇദാ ആഹദ ഗദറ, കരാർ ചെയ്താൽ ലംഘിക്കും. നമ്മളെ വീടിൻ്റെ പണിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരാളെ വിളിച്ചു, വീട് പണിയെടുക്കുന്ന ഒരാളെ വിളിച്ചു. അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, 3 മാസം കൊണ്ട് നിങ്ങളെ വീടിൻ്റെ പണിയൊക്കെ ഞാൻ പൂർത്തിയാക്കി തരും, നിങ്ങൾ 12 ലക്ഷം റുപ്യ തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക് 2 ലക്ഷം തരണം എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, പറഞ്ഞൊക്കെ റെഡിയാണല്ലോ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ 2 ലക്ഷം റുപ്യ നമ്മൾ കൊടുത്തു. അദ്ദേഹം വാങ്ങിയ അദ്ദേഹം പോയി. പക്ഷേ പിന്നെന്ത് ചെയ്തില്ല? ആ കരാർ അദ്ദേഹം പാലിച്ചില്ല. 1 വർഷം കഴിഞ്ഞു, 6 മാസവും 1 വർഷമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം ആ ഭാഗത്തേക്ക് വന്നില്ല, വഞ്ചിച്ചു. അപ്പോൾ ഇതാണ് കാര്യം ഏറ്റെടുത്ത് അത് ചെയ്യാതിരിക്കുക.
വഞ്ചിക്കുക. കരാറ് ചെയ്താൽ അത് ലംഘിക്കുക. അത് കപടവിശ്വാസിയുടെ അടയാളമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി 4-മത്തെ കാര്യം എന്താണ്? വ ഇദാ ഖാസ്വമ ഫജറ. തർക്കിച്ചാൽ ചീത്ത പറയുക. തർക്കിച്ചാൽ ചീത്ത പറയുക. തർക്കിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യത്തിന് അങ്ങോട്ട് സംസാരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറി, ആ കടക്കാരന് നമുക്ക് ബാക്കി തന്നപ്പോൾ ഒരു പഴയ നോട്ട് തന്നു. പഴയ നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ പഴയതാണ്, അത് വേറൊരാൾക്ക് കൊടുത്താൽ എടുക്കൂല. അങ്ങനത്തെ ഒരു പഴയ നോട്ട് തന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയണ്ടേ, ഇത് മാറ്റിത്തരണം എന്ന് പറയണ്ടേ? അപ്പോൾ ഇത് പഴയതാണല്ലോ, ഇതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങോട്ട് ചീത്ത പറയുകയാണ് ചെയ്യുന്നത്. അയാൾ ചീത്ത പറയാണ്, ഇത് വേണമെങ്കിൽ എടുത്താൽ മതി, ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ മോശമായ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ച് നമ്മളെ ചീത്ത പറയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ഇങ്ങോട്ട് തർക്കിച്ച് ഇങ്ങോട്ട് ചീത്ത പറയുക, അനാവശ്യ വാക്കുകൾ പറയുക. നമ്മൾ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ആവശ്യമായ കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ നമ്മളങ്ങോട്ട് അനാവശ്യമായിട്ട് ചീത്ത പറയുക. ഇതും കപടവിശ്വാസിയുടെ അടയാളമാണ്. അപ്പോൾ 4 അടയാളങ്ങൾ, ഈ 4 അടയാളങ്ങൾ ഒരാളിലുണ്ടായാൽ അയാൾ അല്ലെങ്കിൽ അവൾ, സ്ത്രീയാണെങ്കിൽ സ്ത്രീ, അവൾ എന്താണ് അല്ലെങ്കിൽ അവനെന്താണ്? തനി മുനാഫിഖാണ്. ഈ 4ഉം ഉണ്ടെങ്കിൽ, ഇതിൽപ്പെട്ട ഒന്നുള്ളെങ്കിൽ മുനാഫിഖിൻ്റെ ഒരു അടയാളം അയാളിലുണ്ട്, അവനിലുണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒഴിവാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 സ്വഭാവത്തിൽ നിന്നും രക്ഷപ്പെടണം. ഈ 4 സ്വഭാവം നമുക്കുണ്ടാവരുത്. ഇത് മോശപ്പെട്ട സ്വഭാവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കപടവിശ്വാസി എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. അത്രക്ക് മോശമുള്ള ആളുകളാണ് ആര്? കപടവിശ്വാസികൾ. അപ്പോൾ വളരെ വലിയ ശിക്ഷ ലഭിക്കുന്നവരാണ് കപടവിശ്വാസികൾ. അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 4 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഈ 4ഉം ഒക്കെ നമ്മളിലുണ്ടെങ്കിൽ നമ്മളിത് ഒഴിവാക്കണം. എന്നിട്ട് നല്ല സ്വഭാവത്തിൻ്റെ അടിമകളാവണം, നല്ല സ്വഭാവത്തിൻ്റെ ആളുകളാവണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സത്യസന്ധതയോടുകൂടെ ജീവിക്കാനും സത്യം മാത്രം പറയാനും അതുപോലെ വഞ്ചിക്കാതെ ജീവിക്കാൻ, കരാറ് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ, അതുപോലെ ചീത്ത വാക്കുകൾ പറയാതെ ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ നമുക്കും കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.